നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെച്ച് നിങ്ങളിലേക്കുള്ള പ്രണയത്തിന്റെ പാത ശുദ്ധീകരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പലതരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അത്തരം പ്രവൃത്തികളും സ്വഭാവ രീതികളും ചിന്താഗതികളുമെല്ലാം മാറ്റിവെക്കാൻ ഈ വ്യക്തി തയ്യാറാണോ? അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വായനയിൽ നോക്കാനായിട്ട് പോകുന്നത്. ദയവായി നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോസിറ്റീവായി ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പശ്ചാത്താപത്തിന്റെ നിഴലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങേയറ്റം പശ്ചാത്താപം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് പരിഹരിച്ച് നന്നായി തന്നെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്താപം എപ്പോഴാണ് പൊട്ടിമുളച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു തുടങ്ങിയത്, ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള വെളിപാടുകളും സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയുള്ള തിരിച്ചറിവുകളെല്ലാം വന്നു ചേർന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ. ഈ വ്യക്തിയുടെ പൂർവികർ, അതായത് അച്ഛന്റെ സ്ഥാനത്ത് നിന്നുള്ള പൂർവികരാണ്. അച്ഛനാകാം, അച്ചിച്ചനാകാം, മുത്തശ്ശനാകാം, വെല്ലിച്ചൻ എന്നിങ്ങനെയുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഈ പേഴ്സണോടൊപ്പം വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പിതൃക്കളുടെ ഊർജമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വിശ്വസിച്ചു വിളിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിന്റെ ഊർജവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പിതൃക്കളുടെ സാന്നിധ്യം വരുന്നത് കൊണ്ട് തന്നെ അവർ സ്വപ്നത്തിലൂടെ ആയിരിക്കാം, മറ്റേതെങ്കിലും വഴിയിലൂടെ ആയിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. അതിലൂടെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തലുമാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങളുടെ പരിശുദ്ധമായ പ്രണയം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ എന്തു തന്നെയായാലും അത് നേരിട്ട് ചെന്ന് അതിനെ നല്ല രീതിയിൽ തന്നെ പരിശോധിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഗുണമേന്മ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഈ പ്രണയത്തിന്റെ പ്രാധാന്യവും മനസ്സിന്റെ നന്മയും ഈ വ്യക്തി മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ നന്നായി തന്നെ വിലയിരുത്തുന്നു, ചർച്ച ചെയ്യുന്നു, ചിന്തിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പിതൃക്കളുടെ ഊർജവും അവരുടെ അനുഗ്രഹവും പ്രൊട്ടക്ഷനും നല്ല രീതിയിൽ തന്നെ ഈ ബന്ധത്തിൽ ഉടനീളമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദേവീ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അവയുടെയും നല്ല രീതിയിലുള്ള അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, മാലാഖമാർ പോലും പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു റിക്കവറിയും, അതായത് ഇപ്പോൾ ഈ പ്രണയബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പൊട്ടിച്ചിന്നി ചിതറിപ്പോയ ഒരു മുത്തുമാലയ്ക്ക് സമമാണ്. മുത്തുകൾ പല സ്ഥലങ്ങളിലുമായി ചിതറിപ്പോയിരിക്കുന്നു. അവയെല്ലാം നോക്കിയെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി അതിനുശേഷം ഒരു മാലയായി കോർത്ത് കഴുത്തിലിടുക എന്നുള്ളതാണ് ഇനിയുള്ള കർത്തവ്യം. അതിനെയാണ് റിക്കവറി എന്ന് പറയുന്നത്. പൊട്ടിച്ചെറിഞ്ഞു പോയിട്ടുള്ള ബന്ധം വീണ്ടും പുതുക്കി കൊണ്ടുവരുന്നതിനെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ എന്താണോ ഈ പ്രണയബന്ധത്തിൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, അത് നിങ്ങൾ കാരണമാകാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി കാരണമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാകാം
എന്ത് കാരണത്താലാണോ ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ബന്ധത്തിലെ സുവർണ നിമിഷങ്ങൾ, മനോഹരമായ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, അതെല്ലാം തിരിച്ച് പഴയതുപോലെ വീണ്ടെടുക്കാനുള്ള ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മാലാഖമാരും വളരെ ശക്തമായി തന്നെ ഈ പ്രണയബന്ധത്തിൽ ഇടപെടുന്നുണ്ട്. അതുപോലെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും മനസ്സിന് സമാധാനവും തൃപ്തിയും തരുന്നതുമായിട്ടുള്ള വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടി വരാനിരിക്കുന്നത്. ഇതുമൊക്കെയും മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാലാഖമാർ ഈ പ്രണയബന്ധത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ, സൈക്കിക് എബിലിറ്റികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി നടക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ നേരിട്ട് ഈ വ്യക്തിയോട് പറയാതെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കി എടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ഈ ഒരു കഴിവ് നിങ്ങൾക്ക് പോലും ലഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ മൂന്നാം കണ്ണാണ്, തേർഡ് ഐ ചക്ര ആക്ടിവേഷനെയും കൂടിയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. വളരെയധികം ധാരാളം കഴിവുകളുള്ള ഒരു പ്രതിഭയായ വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റ് കലാലയപരമായിട്ടുള്ള കഴിവുകൾ, നൃത്തം, സംഗീതം, കല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം കഴിവുറ്റ ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് സ്വന്തം ദുഃഖങ്ങളെ മറികടക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളതായി കാണപ്പെടുന്നുണ്ട്. നന്നായി നൃത്തം ചെയ്യുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്താൽ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും ഉന്മേഷവും ലഭിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് മുച്ചന്മത്തിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമായി തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ഈ വ്യക്തി പിടിച്ചു നിൽക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും പരിശുദ്ധമായി വെച്ചിരിക്കുന്നുണ്ട്. അത് ആർക്കും തന്നെ ആ സ്നേഹം എടുത്തു കൊടുത്തിട്ടില്ല. എടുത്തു കൊടുക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുമില്ല. കാരണം ഈ വ്യക്തി അങ്ങനെ ചെയ്യണമെങ്കിൽ ഉറപ്പായും നിങ്ങളായിട്ട് തന്നെ ഈ വ്യക്തിയെ വേണ്ടാന്ന് വെക്കണം. എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആ ഒരു ഹൃദയം മറ്റാർക്കും പകുത്തു കൊടുക്കാനാകില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും, ഓരോ നല്ല കാര്യങ്ങളെയും വെച്ച് നോക്കുകയാണെങ്കിലും പല കാര്യങ്ങളും ഈ വ്യക്തി വിട്ടുകളയുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിപ്പോൾ ഒരു പ്രശ്നമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും എന്താണെങ്കിലും. പക്ഷെ നിങ്ങളുടെ കാര്യം മാത്രം വിട്ടുകളയുവാനോ ഉപേക്ഷിക്കുവാനോ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാനോ ഒന്നും തയ്യാറല്ല. നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന, നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ വികസിപ്പിച്ച് പരിപാലിച്ച് ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, പൂർവാധികം ശക്തിയോട് കൂടി വികസിപ്പിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ എപ്പോഴും അന്നും ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗങ്ങളും സഹിക്കാനും ഈ വ്യക്തി തയ്യാറാണ്. അതിനോടൊപ്പം തന്നെ എന്ത് കാര്യങ്ങളും വേണ്ട എന്ന് വെക്കാനും എന്ത് കാര്യങ്ങളും വേണമെന്ന് വെക്കാനും എല്ലാം ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും. ഇത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. പക്ഷെ ഇനി മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ രീതിയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം. അതുകൊണ്ട് ഈ വ്യക്തിക്ക്, അത് മാത്രമല്ല, ഈ വ്യക്തി എപ്പോഴും പശ്ചാത്തപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രണയബന്ധമായി നിങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ധാരാളം മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആസ്വദിക്കാൻ കഴിയാതെ അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അനാവശ്യമായി ദേഷ്യപ്പെടുക, വാശി കാണിക്കുക, ഇത്തരം പ്രവർത്തികളിലേക്ക് പോയി ആ ഒരു മനോഹരമായ നിമിഷങ്ങൾ തല്ലിക്കെടുത്തുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി സ്വയം അത് ഉണ്ടാക്കിയെടുത്ത സാഹചര്യങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളുമായി വളരെ കളിച്ചും അതുപോലെ ചിരിച്ചും സന്തോഷകരമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ പോലും മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടാക്കി വെച്ച പല നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള മനോഹരമായി നല്ല രീതിയിൽ ആസ്വദിച്ചു പോകേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയായി തന്നെ വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും മുൻകോപം കൊണ്ടും തല്ലിക്കെടുത്തിയതായിട്ടാണ് കാണിക്കുന്നത്.
അതോർത്ത് ഈ വ്യക്തി ഇന്നും പശ്ചാത്തപിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഓവറോൾ ഊർജമായി ലഭിച്ചിരിക്കുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. ഒരു ശുദ്ധി കലശം, ശുദ്ധീകരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വീട് അഴുക്ക് പിടിച്ച് കിടക്കുമ്പോൾ അത് ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള അതേ അനുഭൂതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലും ശുദ്ധീകരണം വന്നിട്ടുള്ളത്. കുറെയൊക്കെ ഈ വ്യക്തി ശ്രമിച്ചിട്ട് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് ശുദ്ധികലശം ചെയ്യാനുള്ള സമയമായി എന്നാണ് പ്രപഞ്ചശക്തിയും വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആത്മീയപരമായും ഭൗതികപരമായിട്ടുമൊക്കെ പല രീതിയിലൂടെ ഈ വ്യക്തി മാറ്റങ്ങൾ കൊണ്ടുവരാനായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.